ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹെയർ ബോയും അതേപോലെ മാല ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന 4mm ബീഡ്സ് ആണ്. ഇതിന് മൾട്ടി കളർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പല വെറൈറ്റി ഉണ്ട്, പിങ്ക്, അതേപോലെ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ. നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. വേണ്ടിയവർക്ക് DM ചെയ്താൽ മതി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ. ഇതിൽ മൾട്ടി കളേഴ്സ് വന്നിട്ട് 6mm വലിപ്പമുണ്ട്. ഞാൻ യൂസ് ചെയ്ത 4mm ആണ് വൈറ്റ്. അപ്പം ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഡബിൾ ലെയറിലാണ് മാല വരുന്നത്. ഇത് ഫുൾ മൾട്ടി കളറാണ്. മേളിൽ മാത്രം യൂസ് ചെയ്യുന്നത്. ചെവിയുടെ ബാക്കിലേക്ക് ഞാൻ വൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, കുട്ടികൾക്ക് വെയിറ്റ് തോന്നാതെ ഇരിക്കാനും. അതേപോലെ ചെവിയുടെ പുറകിലൊക്കെ വലിയ ബീഡ്സ് വരുമ്പോൾ ചെവിക്ക് വേദന ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും തോന്നാതിരിക്കാനാണ് 4mm ബീഡ്സ് ഞാൻ കൊടുത്തത്. ഇതിൽ ചെറുതും വലുതും ആകുമ്പോൾ നമുക്ക് ചെവിയുടെ പുറകിൽ വെക്കുമ്പോൾ ഇറിറ്റേഷനിൽ വരുമല്ലോ ചില കുട്ടികൾക്ക് അങ്ങനെ. അപ്പം നോർമലി നമുക്ക് തലയുടെ കാണുന്ന ഭാഗത്ത് മാത്രം ഇതേപോലെ വെയിറ്റ് ഉള്ളത് കൊടുക്കുക. ഇത് വെയിറ്റ് ഇല്ലാത്ത ബീഡായതുകൊണ്ട് തന്നെ നല്ല മൾട്ടി കളറിൽ പ്ലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ തന്നെ മാല ഉണ്ടാക്കാം. മാലയ്ക്ക് ഞാൻ വന്നിട്ട് പ്ലാസ്റ്റിക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ മാലയുടെ നിങ്ങൾക്ക് 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ മാല എങ്ങനെയാണ് പിരിയുള്ള മാല ചെയ്യാൻ വേണ്ടിയുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ക്രിംബീഡിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിലി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അത് യൂസ്ഫുള്ളായി. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ എളുപ്പമായിരിക്കും മാല. അപ്പം എപ്പോഴും ഞാൻ ഈ മാലയുടെ നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന്, അപ്പോൾ നിങ്ങൾക്കത് ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മളത് ഫുള്ളി ഇതിൽ കാണിക്കാത്തത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ക്രിംബീഡിൻ്റെ വീഡിയോയിൽ ഞാനത് ഫുൾ ഡീറ്റെയിലിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വന്നിട്ട് 4mm മിക്സ് ചെയ്ത് തന്നെയാണ് ഇടുന്നത്. ഡബിൾ ലെയറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡബിൾ ഹോളിൻ്റെ ഫ്ലവർ ഞാൻ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടിയിലാണ് മൾട്ടി കളറിൽ വരുന്ന ബീഡ്സ് ഇടുന്നത്, ലെയർ ചെയ്യുന്നിടത്ത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ 10 എണ്ണവും രണ്ടാമത്തെ ലെയറിൽ 16 എണ്ണമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. 10ൻ്റെ പകരം ഒരു 12 എണ്ണമൊക്കെ എടുത്തും ചെയ്യാം. ഞാൻ കുറച്ച് എടുത്തുള്ളൂ ഒരു വെറൈറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇതിൽ നമ്മളിത് കോർത്ത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് വെക്കും. അപ്പോൾ ഫ്ലവർ വെക്കുമ്പോൾ ആദ്യം തന്നെ ഒന്നെങ്കിൽ നമ്മൾ സൈഡ് 2 ഹോളുള്ളത് കൊണ്ട് ഏറ്റവും സൈഡ് ചേർത്ത് പോവുക. അതല്ല എങ്കിലും ഉള്ളിൽ നിന്ന് ഫസ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ പുറത്തത്തെ സൈഡിൽ, അതും ബീഡ് ഇടുമ്പോൾ ഫ്ലവർ തിരിഞ്ഞൊന്നും പോവാതെ തന്നെ നോക്കുക. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുൾ ബീഡ് ഊരി എടുക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതേപോലെ വെച്ച് കഴിയുമ്പോൾ ഇതിപ്പം ഉള്ളിൽ നിന്നാണ് ഞാൻ ബീഡ്സ് പുറത്തെ ഹോള് ഇതേപോലെ ഇട്ടേക്കാണ്. അപ്പം ഞാൻ പുറത്തെ ഹോളിൽ കൂടി എടുത്തിട്ട് രണ്ടാമത് ബീഡ്സ് കിടക്കുന്ന ഹോളിൽ കൂടി ഉള്ളിലേക്ക് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കോർത്ത ഇതിൽ തന്നെ 4mm ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് 6mm അവിടെ എത്തിയപ്പോൾ ഞാൻ അവിടെ 2 ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ക്രിംബീഡാണ്. അപ്പോൾ അത് ഒന്ന് വന്നിട്ട് സിൽവറും ഒന്ന് ഗോൾഡനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ തീരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് 6mm ബീഡിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. അപ്പോൾ അതാരും കാണാത്തത് കൊണ്ട് ഡബിൾ പ്രൊട്ടക്ഷനായിട്ട് ഡബിളായിട്ട് ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സിൽവർ കുറച്ച് ബൾജായിട്ട് അവിടെ തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും കാണാതിരിക്കാൻ വേണ്ടിയാണ് 6mm അടുത്ത് കൊണ്ടുപോയി ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ലോക്ക് ചെയ്യാം. അപ്പോൾ 6mm ഉള്ളിലേക്ക് കയറ്റി ഒരളവ് മെഷർമെൻറ്റ് കിട്ടിയിട്ട് ഇതേപോലെ ഞാനത് വെച്ച് തള്ളി ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 6mm പുറത്തേക്ക് തള്ളുക, എന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് 6mm കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഗോൾഡൻ ബീഡ് കിടന്നുള്ളൂ. ഇതേപോലെ ആരും കാണത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് തിരിച്ചത് കയറ്റിയിടാൻ പറ്റും നമുക്ക് സുഖമായിട്ട്. അത് കഴിഞ്ഞ് സിൽവറും കൂടി ഒന്ന് ലോക്ക് ചെയ്യുക. നന്നായിട്ട് ലോക്ക് ചെയ്യണം, നൂല് വിട്ടു പോരാത്ത രീതിയിൽ. അതുകൊണ്ട് അപ്പോൾ പേടിക്കാൻ വേണ്ട, നൂല് പൊട്ടി പോവുമോ നൂല് ഇതാവുമോ. കാരണം 2 പ്രാവശ്യം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
ഇത് വേണമെങ്കിൽ നമുക്ക് മാലയുടെ മുകളിലേക്കുള്ള ഭാഗമില്ല, കഴുത്തിൻ്റെ അങ്ങോട്ട് വേണമെങ്കിൽ കയറ്റി കൊണ്ടുപോകാം. പക്ഷേ അവിടെ 6mm ബീഡ് ആയിരുന്നെങ്കിൽ നമുക്കത് സുഖമായിട്ട് അവിടെ ഒരു ലെയർ ഒന്നും കാണാത്ത നല്ല വൃത്തിക്ക് വന്നേ. ഇതിപ്പോൾ 4mm ആയതുകൊണ്ടാണ് ഞാൻ 6mm ബീഡുള്ള സൈഡിലേക്ക് ഞാൻ തിരിച്ച് വളച്ച് കയറ്റിയത്. ഇല്ലെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി തന്നെ പിരിയുള്ള ഭാഗത്തേക്ക്. ഇതേപോലെ കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്യാം. നമുക്ക് ക്രിം ബീഡ് ചെയ്ത പോലെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ് ലോക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയുക. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതേപോലെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ, ബീഡ്സ് മൾട്ടി കളർ ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് ഈ ഫ്ലവറിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ഡബിൾ ഹോളിൻ്റെ ഒട്ടിച്ച് കൊടുക്കുക. ഈ ബ്ലൂ കളർ ഇത് നിങ്ങൾക്ക് പിങ്ക് കിട്ടും, അതേപോലെ ലൈറ്റ് ബ്ലൂ ഉണ്ട്, നിങ്ങൾക്ക് ഏത് കളറിലും ചെയ്യാൻ പറ്റും. ഈ ഫ്ലവറിൽ ഈ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ, നമുക്കൊരു ഷൈനി ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് DM ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.